ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തിരുവോണം ഡേ ഇൻ മൈ ലൈഫാണേ. രാവിലെ തന്നെ ഒരു 3 പ്രാവശ്യം അലാറം കേട്ടിട്ട് ഞാനൊരു 5-18 എണീറ്റ്. എല്ലാ വർഷവും തിരുവോണം അപ്പൂപ്പൻ്റെ വീട്ടിലാണേ. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഫ്രഷായി വിളക്കെല്ലാം കത്തിച്ച് പുതിയ കോടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒരുങ്ങി. കാരണം ഇപ്രാവശ്യം എൻ്റെ കസിൻ ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടെങ്കിൽ ഞാനും ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണ്. കുഞ്ഞിലെ തൊട്ടുള്ളതാണ്. ഞാനും ചേച്ചിയും തിരുവോണത്തിൻ്റെ മാത്രമായിട്ട് ഒരു തട്ടിക്കൂട്ട് അത്തം ഇടും കേട്ടോ. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ അത്രയും തട്ടിക്കൂട്ടായിരിക്കും. കൈ കിട്ടുന്ന പൂ മാത്രം വെച്ചിട്ട് അപ്പോൾ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലും കൂടാത്തൊരു പൂക്കളാട്ടോ. എന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മഴ കാരണം പൂവുമില്ല, ഒന്നുമില്ല. അതിൻ്റെ കൂടുതൽ വെളിയിലുണ്ടായിരുന്നേക്ക് ആരോ കൊണ്ടുപോയി. പിന്നെ അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇറങ്ങി. പിന്നെ വീടെല്ലാം പാക്ക് ചെയ്ത് രാവിലെ തന്നെ തിരുവോണമായിട്ടൊന്ന് കോവിലിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ PMG ഉള്ള ഹനുമാൻ ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ പോയപ്പോൾ ഉണ്ട് എങ്ങനെയാ നട അടച്ചേക്കുക, അവിടെ പൂജ ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം അവിടെ വെളിയിലൊക്കെ നിന്ന് അവിടുത്തെ അത്തപ്പൂവൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ചെയ്ത്. ഈ രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു വല്ലാത്തൊരു പീസ് ഓഫ് മൈൻഡാണ്. എന്നാൽ അന്നത്തെ ദിവസം തന്നെ ഒരു സമാധാനമായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൂപ്പൻ്റെ വീട്ടിലോട്ടായി നമ്മുടെ യാത്ര. എപ്പോഴൊന്നും ഇങ്ങോട്ടൊന്നും വരവേ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴും മാസത്തിൽ ഒരിക്കലെങ്കിലും വരവുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം തന്നെ സ്പെഷ്യലാണ്, കാരണം നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട്. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള സമയമാണ്. വീട്ടിൽ വന്ന് കയറിയപ്പോഴേ ഞാൻ നോക്കിയത് പൂവുണ്ടോയെന്നാണ്. അപ്പോഴേക്കും കുറച്ച് തെറ്റിപ്പൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമാധാനമായി. എന്നിട്ട് അമ്മമ്മ രാവിലത്തെ ആഹാരം കഴിക്കാൻ വിളിച്ചു. എപ്പോഴത്തെയും വിശേഷ സമയങ്ങളിലുള്ള ആഹാരം എന്തായ ഇഡ്ഡലി സാമ്പാർ രസവട തന്നെയായിരുന്നു. പിന്നെ അമ്മമ്മയ്ക്ക് അപ്പൂപ്പനുള്ള ഓണക്കോടിയെല്ലാം കൊടുത്തു. പിന്നെ ചേച്ചി വരുന്നവർ അത്ത ഇടാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും നമുക്ക് മറ്റേ ഒഫീഷ്യൽ അത്തപ്പൂ അല്ലാത്തതുകൊണ്ട് എപ്പോഴായാലും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ ബാക്കി പൂവിനെ എടുക്കാൻ പോയി. എല്ലായിടവും മഴ പെയ്ത് പൂ മൊത്തം വെള്ളം കയറി കിടക്കുമായിരുന്നു കേട്ടോ. എന്നാലും പൂവിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ കൊച്ചിൻ്റെ വീട്. അപ്പോൾ നമുക്കവിടെ ഗേറ്റ് കണക്ഷനായിട്ട് ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് കുഞ്ഞെടുത്ത് പറഞ്ഞ് ഞാൻ പൂവെടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പൂവെടുത്തു. അത്യാവശ്യം പിന്നെ അപ്പൂപ്പനും കുറേ പൂവെല്ലാം എനിക്ക് കൊണ്ടുതന്നു. പിന്നെ ഞാൻ ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. പിന്നെ പണികൾ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ പൂവെല്ലാം ഇറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കുറച്ച് ജമന്തിപ്പൂ ഉണ്ടായിരുന്നു, എല്ലാം ഇറുത്ത് വെച്ചു. അപ്പോഴേക്കും ചേച്ചിയും അവരെല്ലാവരും ഒക്കെ വന്നപ്പോൾ ചേച്ചിയും കുറച്ച് പൂ വാങ്ങിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വെച്ചിട്ട് ഇത്രയും ഇരിക്കുന്ന പൂ വെച്ചിട്ട് നമ്മൾ ChatGPT എടുത്തൊരു അത്തം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ChatGPT തന്ന ഡിസൈൻ വെച്ച് നമ്മളൊന്ന് അത്തം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നമ്മൾ അത്തപ്പൂ ഇട്ടത്. അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ പോയിട്ടൊരു ഫിനിഷിങ് പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു, ഒരു മഞ്ഞ അത്തം വരും നമ്മുടെ അത്തം. പിന്നെ സ്ഥിരം പരിപാടി അത്തപ്പൂട്ടതിന് ശേഷം ഫോട്ടോഷൂട്ട്. ഈ പ്രാവശ്യം പിന്നെ നമുക്ക് ചേച്ചിയുടെ ക്യാമറ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേകതരം ഫോട്ടോഷൂട്ട് സെഷനും നമുക്കുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് തളർന്ന് നമുക്കങ്ങ് മതിയായി എല്ലാം കൊണ്ടും. സമയം പോയത് അടുത്തൂടെ അറിഞ്ഞില്ലെന്നേ. അപ്പോഴേക്കും ഉച്ചയായി, സദ്യ കഴിക്കാറായി. സദ്യ കഴിച്ച് പായസവും എല്ലാം അടിച്ച് കയറ്റി പിന്നെ പയ്യായിരുന്നു. പിന്നെ അടുത്ത പന്തിയിലുള്ളവരുടെയും കൂടെ വീഡിയോ എടുത്തു. വീഡിയോ എടുത്ത് ഞാനും ചേച്ചി ഉറക്കപ്പിച്ചില്ലേ ഡ്രസ്സെല്ലാം മാറിയിട്ട് അവിടെ വന്നു. പിന്നെ കിടന്ന് ഉറങ്ങാൻ പോയപ്പോഴേക്കും അപ്പൂപ്പം വീണ്ടും അടുത്ത സെറ്റ് ഐസ്ക്രീം കൊണ്ടുവന്ന്. എന്നിട്ട് എന്നെ ഒരു 3 മണിയായപ്പോൾ അമ്മമ്മ എന്നെ പാല് വാങ്ങിക്കാൻ വിട്ടു. അങ്ങനെ അടുത്ത എൻ്റെ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് പാല് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴേക്കും വൈകുന്നേരമായി. ചേച്ചിയൊക്കെ തിരിച്ച് വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു. അത്തത്തിനെ വെറുതെ കുത്തി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അവരെല്ലാം പോയി. പിന്നെ ഞാൻ കുറേ നേരം ടെറസിൽ പോയിരുന്നേ, കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മഴയായി മാറി. പിന്നെ അത് കൊടും മഴയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, കാരണം എനിക്ക് വയ്യ, മഴ കൊണ്ടിഞ്ഞ് വയ്യാണ്ടാവാനായിട്ട്. പിന്നെ രാത്രിയായി. രാത്രി അങ്ങ് എനിക്ക് ഉച്ചത്തെ കഴിച്ചതുപോലും ദഹിക്കാത്തതിനാൽ ഒന്നും കഴിക്കാതെ പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.